ഇപ്പം സമയം 5:30 ആയിട്ട് കേട്ടോ. അത് കാരണം നമുക്ക് നേരെ വീട്ടിൽ പോവാം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കുളമുണ്ട്, അവിടെ പോയിട്ട് ചൂണ്ടണം. അവിടെ ഒരുപാട് പിലോപ്പി കുട്ടികളുണ്ട്, അത്യാവശ്യം വലുതാണ്. അപ്പോൾ അതിന് പോയി പിടിക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകണം. നൈറ്റ് അവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പിടിച്ചിട്ടുള്ള മീൻ ഞാൻ കാണിച്ചു തരാം, പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല വെയിലാണ്. അങ്ങനെ ഞാൻ അവിടെ കുളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പൊടിമീനുകളുണ്ട്. ഇത് തിന്നാനായിട്ട്, ഈ പൊടിമീനുകൾ തിന്നാനായിട്ട് ബ്രാലും പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു വലിയ മുഷിയുണ്ട് കേട്ടോ. അത് ഈ തൊട്ടപ്പുറത്തെ പാടത്തുനിന്ന് അവർ വറ്റിച്ചപ്പോൾ അതിന് പിടിച്ചിട്ട് ഈ കുളത്തിലിടുകയാണ്. അപ്പോൾ അതുണ്ട് ഇതിൽ. അതിന് പിടിക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് വന്നത്. പക്ഷേ എനിക്ക് കിട്ടണമൊക്കെ ബ്രാലും പിലോപ്പിയും കിട്ടുന്നത്. ഫസ്റ്റത്തെ ബ്രാലടിച്ചിട്ട് ഒരുപാട് സമയമായി, എന്നാലും ഇപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഇതൊരു 700-800 ഗ്രാം ഉണ്ടാവും. ഇതിപ്പോൾ കവറിൽ ഞാൻ ഇട്ടേക്കാണ്. ഇത് ചാവെന്നറിയില്ല, എന്താണെന്ന് വെച്ചാൽ കുളത്ത് ഫുള്ളായിട്ട് വിഴുങ്ങിയിട്ടുണ്ട്. പിന്നെ മണ്ണീരിട്ടിട്ടുണ്ട് അവനെ പിടിച്ചത്. മണ്ണീരിട്ടിട്ട് നമ്മൾ വെള്ളം അനക്കിയിട്ടാണ് അവർ പിടിച്ചേട്ടാ. ചാവാണ്ടിരിക്കാനാണ് വെള്ളത്തിലിട്ടത്. പക്ഷേ ഇത് കുളത്ത് വിഴുങ്ങിയ കാരണം കൊണ്ട് ചിലപ്പോൾ ചാവാൻ ചാൻസ് കൂടുതലാണ്. ചാവാണെങ്കിൽ നമ്മൾ വറക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വളർത്താനായിട്ട് ഉപയോഗിക്കും കേട്ടോ. ഞാനൊരു 7 മണി തുടങ്ങി ഇരിക്കുന്നതാണ്. 7 മണി ഇറങ്ങി 10 മണി വരെ ഇരിക്കാറുണ്ട്. പക്ഷേ അതിനിടക്കൂടെ പിലോപ്പിയും പിന്നെ കൂരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ സമയം ഇരുന്നിട്ടാണ് നമുക്ക് ഒരു ബ്രാലിങ്ങിൽ അടിക്കുന്നത്. പെട്ടെന്നൊന്നും കിട്ടില്ല. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇവറ്റുകളുടെ നിഴൽ പോണ കാണാൻ പറ്റും. ടോർച്ച് അടിച്ചിട്ടാണ് ഞാൻ പിടിക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് ചെയ്യാൻ പറ്റില്ല. ടോർച്ച് അടിയും മീൻ പിടിക്കലും പിന്നെ വീഡിയോ, അത് മൂന്നും കൂടിയിട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ മീൻ പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ പിലോപ്പി കൂരി ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ചൂണ്ടാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ശ്രദ്ധയ്ക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയുണ്ട്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീൻ കിട്ടുള്ളൂ. ഒരു ചൂണ്ടിയെടുത്ത് വേഗം വന്നിരുന്നാൽ മീനൊന്നും കിട്ടില്ല കേട്ടോ. അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ രണ്ടാമത്തെ ചൂണ്ട ഞാൻ സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് കിട്ടുമെന്നറിയില്ല. ഇതിനെ പിടിക്കുമ്പോൾ തന്നെ സൈഡിൽ കൂടെ ഒരെണ്ണം പോകണ്ടായിരുന്നു വലുത്. അത് കിട്ടണമെങ്കിൽ, അത് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. കായപ്പൻ അവൻ റിലീസ് ചെയ്തു. അവൻ തന്നെ റിലീസ് ചെയ്തു കാരണം കൊണ്ടാണ് അവൻ പോയത്. ഇന്നിപ്പോൾ എന്തായാലും അവനും കൂടി കയറ്റിയിട്ട് ഇന്ന് പോകണുള്ളൂ. എന്തായാലും ഇത്തിരി നേരത്തെ പോകണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവനെ കണ്ട സ്ഥിതിക്ക് അവൻ എന്തായാലും പൊക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കും ഞാൻ ഈ കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്. അവറ്റുങ്ങളൊന്ന് പാറ്റേണ്ട സമയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൂണ്ടാൻ പോകാൻ ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ ചൂണ്ടാൻ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാലേ, ഇപ്പോൾ മഴ ഏകദേശം തീർന്ന മട്ടാണ്. ഇപ്പോൾ മഴയൊന്നും പെയ്യുന്നില്ല. പിന്നെ അപ്പോൾ തന്നെ വെയിലടിച്ച് വെള്ളപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാറ്റി മീനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. മഴ പെയ്തപ്പോൾ തുടങ്ങി ഞാനിവിടെ നോക്കണത് പാറ്റിയ മീനുണ്ടോയെന്ന് വന്ന് നോക്കണതാണ്. ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പാറ്റിയ മീനില്ല. അത് കാരണം തന്നെ അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ചൂണ്ടണം കേട്ടോ. മെയിൻ റോഡിൻ്റെ അവിടെ നിന്നൊരു ഒരു പോസ്റ്റ് മാറിയിട്ടാണ് നമ്മുടെ ഈ കുളം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ അത്യാവശ്യം വണ്ടികളുടെ സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ കുറയും. 10 മണി അല്ല, 9:30 കഴിഞ്ഞാൽ വണ്ടികൾ കുറയും. പിന്നെ അപ്പുറത്തുനിന്ന്, അതായത് ഈ കുളത്തിൻ്റെ അങ്ങേ അപ്പുറത്ത് തന്നെ ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറുക്കനാണോ കുറുനേരിയാണോന്ന് അറിയില്ല. വീട്ടുകളിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ ആ സൗണ്ട് കേട്ടാൽ തന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് ഫുള്ളും മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഞാൻ, അതായത് ഇതെല്ലാം മടക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഈ കുളത്തിൻ്റെ സൈഡിൽ വഴിവിളക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വെട്ടമൊന്നും ഇങ്ങോട്ടില്ല, കുളത്തേക്കില്ല. പിന്നെ ടോർച്ച് അടിച്ച് തന്നെ മീൻ പിടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളത്തേക്ക് നമ്മൾ ടോർച്ച് അടിക്കുമ്പോഴേ ഈ മീൻ പോകുമ്പോണ്ടല്ലോ, നമ്മൾ ഈ അനോകോണ്ട സിനിമയിൽ അതേപോലെയാണ് മീനിൻ്റെ നിഴൽ പോകണ്ട. ഇരുട്ടാണെങ്കിൽ പോലും അവരൊരു നിഴലുണ്ടല്ലോ, ആ നിഴൽ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പേടി വരുന്നുണ്ട്. അത് കരയ്ക്ക് കയറിയാൽ മാത്രമാണ്, അത് ചൂണ്ടായ്മ കുളത്തിൽ കരയ്ക്ക് കയറിയാൽ മാത്രമാണ് അത് എന്തിട്ടാന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഏറെ നേരത്തെ വെറുപ്പിക്കൽ കഴിഞ്ഞത് ഒരു ബ്രാല അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രാലാണോ ചേറാനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല സൈസ് ഉണ്ട്. ഇത് മെയിലാണ് ശരിക്കും. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 ബ്രാല അടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഓരോ മീനെ അതായത് സ്ഥലത്ത്, അതായത് ഇവറ്റുങ്ങൾ ഇടേണ്ട സ്ഥലത്ത് ഞാൻ ഇട്ടിട്ട് ബാക്കി ഞാൻ ബ്രാല കാണിച്ചു കേട്ടോ. പിന്നെ ഇവൻ വേഗം ഡെഡായിട്ട് അവനെ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കവറിലേക്ക് ഇട്ടു, വെള്ളത്തിൽ നിറച്ച് കവറിലിട്ടു. പക്ഷേ അവൻ ഡെഡായി. ഇനിയിപ്പോൾ ഇവനെ നന്നാക്കി വറക്കണം.
ഇവ രക്ഷപ്പെടുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നമ്മളെ ഡ്രമ്മിലിട്ട് വളർത്താനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി. പിന്നെ നമ്മൾ ചൂണ്ടിയിട്ട മീൻ നമ്മൾ വിൽക്കാറില്ല കേട്ടോ. പിന്നെ മറ്റേ ബ്രാലിനെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലത്തേക്ക് ഞാൻ ഒരു ബക്കറ്റിലിട്ട് അടച്ച് വെച്ചേക്കണത്. അപ്പോൾ ഇവരാണെങ്കിൽ ആ വായുവിലുള്ള കാരണം കൊണ്ട് അടച്ചു വെച്ചാലും വിഷയമൊന്നുമില്ല. പിന്നെ അപ്പോൾ തന്നെ ഇവ 2-3 ദിവസത്തേക്ക് ഇനി തീറ്റയൊന്നും എടുക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ തീറ്റ എടുക്കുന്ന ബ്രാലുണ്ട് വരാം. ഇത്തിരി കൂടി വലിപ്പമുള്ള ബ്രാലിനെ വാങ്ങിയിട്ട് 4 എണ്ണത്തിൻ്റെ ഇവൻ്റെ കൂടെ ഇട്ട് നോക്കണം. അപ്പോൾ അവർ മറ്റേ കൈത്തീറ്റ തിന്ന് ട്രെയിനിങ് ആയിരുന്ന ബ്രാലായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് ഇവനും തീറ്റ എടുക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവൻ ഈ ഡ്രമ്മിൽ നിന്ന് ചാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം തന്നെ വെള്ളം കുറച്ചിട്ട് വേറൊരു ഡ്രമ്മിലേക്ക് മാറ്റിയിടണം. പിന്നെ നിങ്ങൾ മീനെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് മസാല തേച്ച് വറുക്കുമ്പോൾ അന്യായ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മസാല കുറവേ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ കരിയാൻ ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് മീനിൽ മുളകും എരിവും പുളിയൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ വറുത്തിട്ട് തന്നെ കറി വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അധികം മുരിഞ്ഞിട്ടില്ല കേട്ടോ, മുരിഞ്ഞിട്ടില്ല. നല്ല മണം. രാവിലെ തൊലി പൊളിച്ചിട്ട് വറക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. മസാല ഇതേപോലെ പിടിക്കും. എന്താ ഞാൻ ചൂണ്ടിട്ട ബ്രാൽ ചെറുതായിട്ട് മുള്ളൊക്കെ ഉണ്ട്, അത് നോക്കി കഴിക്കാൻ തൊണ്ടയിൽ കൊടുക്കും. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, അതുപോലെ പരമാവധി യൂസ് ആക്കിയോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.